നമസ്കാരം. പത്തനംതിട്ട അഴൂരിൽ 6 വർഷമായി മകനെ ക്രൂരമായി പീഡിപ്പിച്ച പിതാവിനെ അറസ്റ്റ് ചെയ്തു. 7ാം ക്ലാസ്സുകാരനോടായിരുന്നു പിതാവിന്റെ ക്രൂരത. ചട്ടുകം കയ്യിൽ പൊള്ളിക്കുക, പ്ലാസ്റ്റിക് കയർ കൊണ്ട് അടിക്കുക, കൈ പിടിച്ച് ഭിത്തിയിൽ ഇടിക്കുക തുടങ്ങിയ ക്രൂരതകളായിരുന്നു കുട്ടിയോട് ഇയാൾ ചെയ്തിരുന്നത്. ഒരു ദിവസം ഈ സംഭവം തുടർന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ പിതാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടി അടുത്ത വീട്ടിൽ അഭയം തേടി. ഇവർ തുടർന്ന് സ്കൂളിലും ചൈൽഡ് ലൈനിലും വിവരമറിയിക്കുകയായിരുന്നു. ശനിയാഴ്ച മുതൽ ശിശു സംരക്ഷണ സമിതിയാണ് കുട്ടിയെ താൽക്കാലിക സംരക്ഷണത്തിലെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇവർ നാളെ നാട്ടിലെത്തും. തുടർന്ന് കുട്ടിയുടെ ഭാവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും. മാതാപിതാക്കൾ കുറച്ചു വർഷം മുൻപ് വേർപിരിഞ്ഞതിനെ തുടർന്ന് അഴൂരിലെ വീട്ടിൽ പിതാവും മകനും മാത്രമായിരുന്നു താമസം. 2019 മുതൽ പിതാവ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായിട്ടാണ് വിവരം. ഇതിനിടെ 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും കുട്ടിയുടെ മൊഴിയിലുണ്ട്. ഭയന്നതുകൊണ്ടാണ് കുട്ടി ഇത്രയും കാലം ആരോടും ഒന്നും പറയാതിരുന്നത്. ശിശുക്ഷേമ സമിതിയുടെ കൗൺസിലിംഗിനിടയിലാണ് കുട്ടി ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടുതലായി വെളിപ്പെടുത്തിയത്. തുടർന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു.